ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാറായപ്പോഴേക്കും അബ്ദു വിളിച്ചിട്ട് ചോദിച്ചു, കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ? ഇങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നേരെ കളമശ്ശേരിക്ക് വരാൻ പറഞ്ഞു. പിന്നെ അടുത്ത പ്രശ്നം ആളരക്കൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തൊട്ടടുത്തുള്ള ലുലുലോട്ടാ പോന്നു. വിശന്നിട്ട് ഫസൽ കാറ് വാലയിലോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് പോകുന്ന തോന്നണേ. റോളക്സിന്റെ മുമ്പിൽ ആരും നിൽക്കണ്ടെന്നുണ്ടെങ്കിലും അബ്ദു നിൽക്കണ്ടാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ഈ ചെങ്ങായിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ തന്നെ 3-4 ലക്ഷം രൂപയുടെ വാച്ച് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു റോളക്സും കൂടി ആയി കഴിഞ്ഞാൽ റാഹത്തായി. അതെ, ഫൈനലി ഞങ്ങൾ എത്തിയത് പാരഗണിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ബ്ലൂബെറി ചീസ് കേക്കും ഒരു ഹണി കേക്കും പറഞ്ഞു. രണ്ടും കിഡിലൻ സാധനം പറഞ്ഞു. പക്ഷെ അതിലെ ഹണി കേക്ക് എൻ്റെ മോനെ വിഷയം സാധനം. താങ്ക്സ് ടു ദ ഷെഫ്. പാരഗണിൽ ഈ ഹണി കേക്ക് മസ്റ്റ് ട്രൈ ആണ് ഗൈസ്, മസ്റ്റ് ട്രൈ. അങ്ങനെ ഫൈനലി കടവ് ഒഴിയണേക്ക് മുമ്പ് നമുക്ക് സീറ്റ് കിട്ടി ഗൈസ്. പിന്നെ മെനു ഒന്നും നോക്കാൻ നിന്നില്ല. പാരഗണിൽ ഒന്ന് എന്താ മെയിൻ ബിരിയാണി, മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒരു നസ്രാണിയും പോത്തും. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, പക്കലാം.